ലൂക്കാ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 2-ാം വാക്യം. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ഒരു കാര്യസ്ഥൻ പല ഉപായങ്ങൾ മെനഞ്ഞു. ഒടുവിൽ ഒരു കാര്യം തീരുമാനിച്ചുറച്ചു. യജമാനൻ്റെ സ്വത്ത് ഉപയോഗിച്ച് തന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനായിരിക്കാൻ തീരുമാനിച്ചു. വായ്പ വാങ്ങിയവരെ ഓരോരുത്തരായി അവൻ വിളിച്ചു വരുത്തി. അഭിമാനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവൻ. ക്രമക്കേടുകൾ പോലും ദയയായി തോന്നും. കാരണം 100 80 100 50 ആയി മാറി. കടം വാങ്ങിയവർക്ക് ഇളവ് ആശ്വാസമായി. തിരുത്തൽ മനസ്സിലാക്കിയ യജമാനൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചതുകൊണ്ട് അവനെ പ്രശംസിച്ചു. അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചതിനാൽ അവരുടെ കൂടാരങ്ങളിൽ അവൻ സ്വീകാര്യനായി. നമുക്കും നമ്മുടെ യജമാനനായ ക്രിസ്തുവിൽ വിശ്വസ്തരായിരിക്കാം. അപ്പോൾ നമ്മളും സ്വർഗീയ ഭവനത്തിൽ സ്വീകാര്യരാകും. ആമേൻ.